കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സംരക്ഷണ ഭിത്തി തകർന്നു. മൂന്നാർ പള്ളിവാസലിന് സമീപമാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. മണ്ണിട്ട് വീതി കൂട്ടിയ ഭാഗത്തെ കോൺക്രീറ്റ് രണ്ടായി പിളർന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് അപകടാവസ്ഥയിലാണ്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, എങ്ങനെയാണിത് തകർന്നുപോയത്? ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗത മാർഗം എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താ? സെഫുദ്ദീൻ, ഹൈറേഞ്ചിലേക്ക് പ്രത്യേകിച്ച് മൂന്നാർ പോലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രധാന പാതയാണ് ദേശീയപാത 85 അഥവാ കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ചിൽ വിവിധയിടങ്ങളിൽ ഇത്തരം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വീതി വർദ്ധിപ്പിക്കുക, സംരക്ഷണ ഭിത്തി കെട്ടുക അടക്കമുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ തന്നെ ഭാഗമായി തന്നെ നടന്നു വരുന്നുണ്ട്. ഈ തരത്തിൽ പള്ളിവാസലിന് സമീപം നിർമ്മിച്ച ഒരു സംരക്ഷണ ഭിത്തിയാണ്, ഈ മണ്ണിട്ട് വീതി കൂട്ടി നിർമ്മിച്ചിരുന്ന സംരക്ഷണ ഭിത്തിയാണ്. മഴയുടെ കൂടി ഫലമായി മണ്ണ് തള്ളി ആ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് വിള്ളൽ വന്ന് കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. അപകടകരമായ രീതിയിലാണ് ആ സംരക്ഷണ ഭിത്തി തകർന്നു വീണിരിക്കുന്നത്. ഈ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാണ്ട് 10 മീറ്ററിൽ താഴെ ഭാഗത്തോളം വീതിയിൽ ഒരു കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുകയും തുടർന്ന് മണ്ണിട്ട് നിറയ്ക്കുകയും ചെയ്തു. മണ്ണ് ഇട്ടതിന്റെ അളവ് കൂടി പോവുകയും അശാസ്ത്രീയമായ ചില നിർമ്മാണങ്ങളും കൂടാതെ ശക്തമായി പെയ്ത മഴയുമാണ് ഈ സംരക്ഷണ ഭിത്തി ഈ നിലയിൽ തകരാൻ കാരണമെന്നാണ് ആ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. പക്ഷേ അതിലൂടെയുള്ള ഗതാഗതം ഇപ്പോഴും തുടരുകയാണ്. റോഡ് അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള സാഹചര്യം പോലും പരിഗണിക്കാതെ അതുവഴിയുള്ള ഗതാഗതം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയപാതയിലാണ് ഈ തരത്തിൽ ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ജില്ലയിലൊട്ടാകെ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദേശീയപാതയിൽ നടക്കുന്ന ഇത്തരം നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായി പുരോഗമിക്കുന്നു എന്നുള്ളത് ജില്ലയിലുടനീളം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാത 85 ഏതാണ്ട് അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും കൂടാതെ വീതി വർദ്ധിപ്പിക്കുന്നതും അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് പലയിടങ്ങളിലും പ്രദേശവാസികൾ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത ശക്തമായ മഴയിൽ ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും മരങ്ങൾ കടപുഴകി വീണ് പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെയാകണം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു അഭിപ്രായവും ജനങ്ങളിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സൈഫുദ്ദീൻ.